വൻകിട മദ്യനിർമ്മാണശാലയ്ക്കായി യുയാസിസ് കമ്പനി നൽകിയ ഭൂമി തരം മാറ്റ അപേക്ഷ തള്ളി. പാലക്കാട് RDOയുടേതാണ് നടപടി. ഭൂമിയിൽ നിർമ്മാണം പാടില്ലെന്നും കൃഷി ചെയ്യണമെന്നുമാണ് നിർദ്ദേശം. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്തു നിന്നും നിഖിൽ പ്രമേഷ് പാലക്കാട്ട് നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം ഉമേഷ് ബാലകൃഷ്ണനിലേക്കാണ്. ഉമേഷ്, പദ്ധതിയുമായി മുന്നോട്ട്, വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒക്കെ പദ്ധതിയുമായി മുന്നോട്ട് എന്ന നിലപാട് സർക്കാർ, മുഖ്യമന്ത്രി തന്നെ അത് ആവർത്തിച്ച് വ്യക്തമാക്കുന്ന സാഹചര്യം. അതിനിടയിൽ CPI മുന്നണിയിൽ ഉയർത്തിയ എതിർപ്പ്, അതിനിടയിൽ ഇപ്പോൾ റവന്യൂ വകുപ്പ് അതിന് തടയിടുന്നു. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഉമേഷ്? റിജിത്ത്, CPIയുടെ എതിർപ്പ് അത് ഒരു വെട്ടായി എത്തിയിരിക്കുന്നു എന്ന് വേണം വിലയിരുത്താൻ കഴിയുന്നത്. കാരണം സർക്കാരിന്റെ നിലപാട് ആദ്യം തന്നെ പറയുന്നു, മദ്യനയത്തിൽ ഈ സമീപകാലത്തെ ഏറ്റവും പ്രധാനമായ പോളിസി ചേഞ്ചാണ് സർക്കാർ നടത്തിയത്. മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകാനുള്ള തീരുമാനം. അവിടെ 26 ഏക്കറോളം ഭൂമിയാണ് ഒയാസിസ് കമ്പനി വാങ്ങിയത്. അതിൽ 4 ഏക്കർ സ്ഥലമാണ് ഭൂമി തരം മാറ്റി അവിടെ നിർമ്മാണം നടത്താനുള്ള അനുമതി ചോദിച്ചുകൊണ്ട് അപേക്ഷ റവന്യൂ വകുപ്പിന് നൽകിയത്. ഈ അപേക്ഷയിൽ ആദ്യം വിശദമായി പരിശോധിച്ചു. പരിശോധനയിൽ ഈ സ്ഥലത്ത് 2008 വരെ നെൽകൃഷി നടന്നു എന്ന് കണ്ടെത്തി. അതിനുശേഷം ഈ പ്രദേശം തരിശായി കിടന്നു. പക്ഷെ അപ്പോഴും ഡാറ്റാ ബാങ്കിൽ നിന്ന് മാറ്റാൻ അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ RDO നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇനി ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല. കൃഷി വകുപ്പ് അത് നിരീക്ഷിക്കണം. കൃഷി ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കണമെന്നും RDOയുടെ റിപ്പോർട്ടിലുണ്ട്. എന്തായാലും CPI ആദ്യം തന്നെ ഇക്കാര്യത്തിൽ ഒരു എതിർപ്പ് പറഞ്ഞിരുന്നു. CPI കൃഷി മന്ത്രി കൂടിയായ P. പ്രസാദ് ആദ്യം ഈ ക്യാബിനറ്റിൽ വന്നപ്പോൾ ഇത് കുടിവെള്ളത്തെ ബാധിക്കില്ലേ എന്നുള്ള ഒരു സംശയം പ്രകടിപ്പിച്ചു. അതിനുശേഷം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ളവർ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയും അനുവദിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. എന്തായാലും അതെല്ലാം മറികടന്നുകൊണ്ട് മുഖ്യമന്ത്രിയും തദ്ദേശ മന്ത്രിയും തീരുമാനവുമായി മുന്നോട്ട് പോകും. എന്തായാലും RDOയുടെ തീരുമാനത്തോടു കൂടി ഭൂമി താഴ്ത്താനുള്ള അനുവാദം അത് പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ്. അറിയിച്ചത് വൻകിട മദ്യനിർമ്മാണശാലയ്ക്കായി യുയാസിസ് കമ്പനി നൽകിയ ഭൂമി തരം മാറ്റ അപേക്ഷ തള്ളിയിരിക്കുകയാണ്. പാലക്കാട് RDOയുടേതാണ് നടപടി. ഭൂമിയിൽ നിർമ്മാണം പാടില്ല എന്നും കൃഷി ചെയ്യണം എന്നുമാണ് നിർദ്ദേശം. മുന്നണിക്കകത്ത് CPI ഉയർത്തുന്ന എതിർപ്പിനിടയിലാണ് വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് പാലക്കാട്ട് നിന്ന്. നിഖിൽ, അതേസമയം തന്നെ ഒയാസിസ് കമ്പനി കോടതിയിൽ ഒരു കവിയറ്റ് ഫയൽ ചെയ്തതായും അറിയുന്നു. അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? ഈ വിഷയം സജീവമായിരിക്കുകയാണ്. ഇപ്പോഴൊരു കവിയറ്റ് ഒയാസിസ് കമ്പനി കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. BJPയും കോൺഗ്രസും ബഹുജൻ സമാജ്വാദി പാർട്ടിയും കോടതിയെ സമീപിച്ചാൽ തങ്ങളുടെ വാദം കൂടി കേൾക്കണമെന്നുള്ളൊരു ആവശ്യം ഒരു മുന്നറിയിപ്പായി നൽകുകയാണ് അവർ ഈ കവിയറ്റിലൂടെ. മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയതിൽ പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം. അതിന്റെ പകർപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് സൂചന ലഭിച്ചിരിക്കണം. ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികളടക്കം കോടതിയെ സമീപിക്കാൻ തയ്യാറെടുക്കുന്നു. അതിരൂക്ഷമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നതിനുള്ള സാഹചര്യം മുൻകൂട്ടി മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഒയാസിസ് കമ്പനി ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. ഈ എലപ്പള്ളിയിലെ പദ്ധതി നിലനിൽക്കെ തന്നെ അവർ തമിഴ്നാട്ടിലടക്കം അതിന്റെ കമ്പനി പ്രവർത്തനങ്ങളുമായി സജീവമായി മുന്നോട്ട് പോവുകയാണ്. അതിനുള്ള പിന്തുണയും അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു പിന്തുണ ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ കമ്പനി പ്രവർത്തനവുമായി മുന്നോട്ട് എന്നുള്ള സൂചന അവർ നൽകുമ്പോഴും ഇത്തരത്തിലുള്ള മുൻകരുതൽ കൂടി സ്വീകരിക്കുകയാണ് കമ്പനി. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മുന്നോട്ട് തന്നെയാണ് ഇവരുടെ നീക്കം എന്നുള്ളത് തന്നെയാണ് നമുക്ക് വ്യക്തമാവുന്നത്. ഇന്നലെ പരിസ്ഥിതി പ്രവർത്തകയായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തക മേധാ പട്കർ ഈ സംഭവ സ്ഥലം സന്ദർശിക്കുകയും അവർ അതിരൂക്ഷമായി സംസ്ഥാന സർക്കാരിനെ ഈ വിഷയത്തിൽ വിമർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. കമ്പനി ഏത് വിധേനയും പ്രവർത്തനം തുടങ്ങി പിന്നീട് ഇവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വൻകിട മദ്യനിർമ്മാണശാലയുമായി മുന്നോട്ട് പോകാനുള്ള നീക്കത്തിനിടെ ആ പദ്ധതിയുടെ തുടക്കത്തിൽ തന്നെ അതിന് വെട്ടുകയാണ്, അതിനൊരു കടുംവെട്ട് വെട്ടുകയാണ് CPI. ഒയാസിസ് കമ്പനി നൽകിയ ഭൂമി തരം മാറ്റാപേക്ഷ തള്ളിയിരിക്കുകയാണ് പാലക്കാട് RDO. നിഖിൽ പ്രമേഷും ഉമേഷ് ബാലകൃഷ്ണനും വിവരങ്ങൾ നൽകുകയായിരുന്നു.